ഒരു വർഷം മുമ്പ് സൊഹ്റാൻ മംദാനി പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? How's it going, guys? You have 60 seconds to talk just about the election. How you guys doing? Do you guys want to talk about the election for a minute? തെരുവിലെ ആരും അയാളുടെ വാക്കുകളെ ചെവിക്കൊണ്ടില്ല. എല്ലാവരും അയാളിൽ നിന്ന് ഓടി മാറി. എന്നാൽ 8 മാസം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. സൊഹ്റാൻ എത്തുന്നിടത്തെല്ലാം മുദ്രാവാക്യങ്ങളുമായി ആളുകൾ നിറഞ്ഞു. മറുഭാഗത്ത് സൊഹ്റാനെ മുസ്ലിം തീവ്രവാദിയായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും സ്വന്തം അസ്തിത്വത്തെ മറച്ചുവെക്കാതെ സൊഹ്റാൻ കൈകൊണ്ട് ബിരിയാണി കഴിക്കുന്ന പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലിട്ടു. ഈ അവസരത്തിൽ സൊഹ്റാൻ മംദാനിയുടെ ന്യൂയോർക്കിലെ വിജയവുമായി ബന്ധപ്പെട്ട് 4 ചോദ്യങ്ങൾ. 1. ഒരു വർഷം മുമ്പ് സർവേകളിൽ 1% സാധ്യത മാത്രമുണ്ടായിരുന്ന സൊഹ്റാൻ എങ്ങനെ ജയിച്ചു കയറി? 2. ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ജൂതരുള്ള നഗരങ്ങളിൽ ഒന്നാണ് ന്യൂയോർക്ക്. അവിടെയുള്ള ജൂതജനതയിൽ ഭൂരിഭാഗവും നെതന്യാഹുവിന്റെ വാക്കുപോലും കേൾക്കാതെ എന്തുകൊണ്ട് സൊഹ്റാൻ മംദാനിക്ക് വോട്ട് ചെയ്തു? 3. സൊഹ്റാനെ തീവ്രവാദിയായി ചിത്രീകരിച്ച് വ്യാപകമായ പ്രചാരണമാണ് നടന്നത്. അതിനെ എങ്ങനെയാണ് തീവ്രവാദ ആക്രമണത്തിന്റെ ഭയം പേർന്ന ന്യൂയോർക്കിൽ സൊഹ്റാൻ അതിജീവിച്ചത്? 4. ലോക ക്യാപിറ്റലിസത്തിന്റെ കമാൻഡിംഗ് സെന്ററായ ന്യൂയോർക്കിലെ ജനതയുടെ മനസ്സ് കീഴടക്കാൻ എന്ത് വിജയമന്ത്രമാണ് മംദാനി പ്രയോഗിച്ചത്? അതും ഒരു കോടീശ്വരന്റെ പോലും പിന്തുണയില്ലാതെ. ഈ 4 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തേടുകയാണ് ഈ വീഡിയോയിലൂടെ.